പ്രിയമുള്ളവരെ, ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാനാണ്. പരീക്ഷ അടുത്തെത്തി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. വെറും 7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ പൂർണ്ണമായും പഠിച്ചെടുക്കാം. ഈ പാഠത്തിന്റെ ഒരു അടിപൊളി നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ വഴി ബന്ധപ്പെട്ടാലും മതി. ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പിലെ ഏറ്റവും നിർണായകമായൊരു സെഷനിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രൊഫസർ. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ്. അതായത് കേരള നവോത്ഥാനത്തിലെ മിഷണറിമാരുടെ ഇടപെടൽ. നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഒരുപാട് മാർക്കുകൾ അനായാസം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണിത്. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്കൊരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്താനില്ല. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ലെക്ചറിന്റെ സിലബസ് ഇതാണ്. 1. യൂണിറ്റ് പരിചയപ്പെടുത്തൽ. 2. പ്രധാന മിഷണറി സംഘടനകൾ. 3. വിദ്യാഭ്യാസത്തിലെ അവരുടെ സംഭാവനകൾ. 4. അച്ചടിയും സാക്ഷരതയും. 5. ഇതുവഴിയുണ്ടായ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾ. പിന്നെ അവസാനമായി എക്സാമിനു വേണ്ടിയുള്ള എൻ്റെ ചില പ്രത്യേക പരീക്ഷാ തന്ത്രങ്ങളും. ശരി, ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ നമുക്ക് കടക്കാം. യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സ്റ്റുഡൻസ്, ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. കാരണം ഇതാണ് ഈ മുഴുവൻ യൂണിറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. ഇവിടത്തെ ഏറ്റവും നിർണായകമായ പോയിന്റ് 1813 ചാർട്ടർ ആക്ടാണ്. ഈയൊരു നിയമം വഴിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി അനുമതി ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. ഈ മിഷണറിമാരുടെ പ്രധാന ലക്ഷ്യമെന്തായിരുന്നു? മതപരിവർത്തനം അഥവാ പ്രോസലിറ്റൈസേഷൻ ആയിരുന്നു, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്നറിയാമോ? തികച്ചും അവിചാരിതമായൊരു റിസൾട്ട്. വിദ്യാഭ്യാസം നൽകുക എന്ന അവരുടെ പ്രവർത്തന രീതി കേരളത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ അടിമുടി അങ്ങ് മാറ്റിമറിച്ചു. അതായത് മതപ്രചാരണത്തിനായി വന്നവർ യാദൃച്ഛികമായി കേരളത്തിൽ വലിയൊരു സാമൂഹിക വിപ്ലവത്തിന് അടിത്തറ പാകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. പ്രധാന മിഷണറി സംഘടനകൾ. എല്ലാവരും പേനയും നോട്ട്പാഡുമൊക്കെ എടുത്ത് റെഡിയായിരുന്നുള്ളൂ. കാരണം നിങ്ങളുടെ പരീക്ഷയിലെ പല ചോദ്യങ്ങളുടെയും ഉത്തരം ഈ 3 സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കേരളം എന്ന ഈ വലിയ പ്രോജക്റ്റിനെ 3 വിദഗ്ധ സംഘങ്ങൾ ഭൂവിശാസ്ത്രപരമായി അങ്ങോട്ട് വീതിച്ചെടുത്തു എന്ന് കരുതുക. ഈ പേരുകളും വർഷങ്ങളും വളരെ കൃത്യമായി നോട്ട് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ സംഘം ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS. അവർ തെക്കൻ തിരുവിതാംകൂറിലാണ് പ്രധാനമായും പ്രവർത്തിച്ചത്. 1806 വില്യം തോബിയാസ് റിംഗിൾടോബ് ഇവിടെ എത്തി. 1809 മൈലാടിയിൽ അവർ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. ഗണിതവും ഭൂമിശാസ്ത്രവുമൊക്കെ അവരുടെ പാഠ്യപദ്ധതിയിലുണ്ടായിരുന്നു. രണ്ടാമത്തേത് ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ CMS. ഇവർ മധ്യ തിരുവിതാംകൂറിലാണ് ഫോക്കസ് ചെയ്തത്. 1816 തന്നെ അവർ കോട്ടയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനായി CMS കോളേജ് സ്ഥാപിച്ചു. തുടർന്ന് 1818 തോമസ് നോട്ടൺ ആലപ്പുഴയിൽ വന്ന് സ്കൂളുകളും പ്രസ്സും ആരംഭിച്ചു. ഇനി മൂന്നാമത്തേത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി അഥവാ BEMS. വടക്കൻ കേരളമായ മലബാറിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. 1839 പ്രശസ്തനായ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിലെത്തി. വ്യാവസായിക സാങ്കേതിക വിദ്യാഭ്യാസത്തിനാണ് ഇവർ പ്രധാനമായും മുൻഗണന നൽകിയത്. ഈ 3 മിഷനുകളും അവരുണ്ടാക്കിയ ഇമ്പാക്റ്റും പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സംഭാവനകളാണ്. പിള്ളേരെ, ഇവിടെ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് ബിയിലെ 18ാമത്തെ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം വരുന്നത് ഇവിടെ നിന്നാണ്. ആ കാലത്ത് കേരളത്തിൽ എങ്ങനെയായിരുന്നു? സവർണർക്ക് മാത്രമായി എഴുത്തുപള്ളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മിഷണറിമാർ ഈ വ്യവസ്ഥയെ അട്ടിമറിച്ചു. അവർ എല്ലാ ജാതിയിലുള്ള കുട്ടികൾക്കും വേണ്ടി സ്കൂളുകൾ തുറന്നു. LMS മിഷണറിയായ ചാൾസ് മീഡ് തിരുവിതാംകൂറിൽ പെൺകുട്ടികൾക്കായി പ്രത്യേകം സ്കൂളുകൾ ആരംഭിച്ചു. അതുപോലെ CMS മിഷണറിമാർ കോട്ടയത്തും പരിസരങ്ങളിലും 1821 ഗ്രാമർ സ്കൂളുകളും പെൺകുട്ടികൾക്കുള്ള വിദ്യാലയങ്ങളും തുറന്നു. മറുവശത്ത് BEMS മിഷൻ മലബാറിലെ കല്ലായിയിൽ 1848 തലശ്ശേരിയിൽ 1856 പ്രൈമറി സ്കൂളുകൾ ആരംഭിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ അക്കാലത്ത് സമൂഹത്തിൽ തഴയപ്പെട്ടിരുന്ന പുലയർ, നാടാർ, ഈഴവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പുതിയൊരു സാമൂഹിക പദവിയാണ് ലഭിച്ചത്. ചാൾസ് മീഡ് എന്ന പേരും 1821, 1848, 1856 എന്നീ വർഷങ്ങളും നിങ്ങളുടെ ഉത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് അച്ചടിയും സാക്ഷരതയും. ഒരു മാർക്കിന്റെ നിരവധി ചോദ്യങ്ങൾ വാരിക്കോരി ചോദിക്കാൻ സാധ്യതയുള്ളൊരു സ്വർണ്ണഖനിയാണിത്. ഈ ടൈമിലെ നിങ്ങൾ എന്തായാലും കാണാപ്പട പഠിച്ചേ തീരൂ. സ്കൂളുകൾക്കൊപ്പം അവർ കൊണ്ടുവന്ന മറ്റൊരു വമ്പൻ വിപ്ലവമാണ് അച്ചടി സാങ്കേതികവിദ്യ. ഇതൊന്ന് കാലഗണനാക്രമത്തിൽ നമുക്ക് നോക്കാം. 1820 ചാൾസ് മീഡ് നാഗർകോവിലിൽ LMS പ്രസ് തുടങ്ങി. ഇത് പിന്നീട് അവർ നെയ്യൂരിലേക്ക് മാറ്റി. എന്നാൽ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1821
ബെഞ്ചമിൻ ബെയ്ലി എന്ന CMS മിഷണറി കോട്ടയത്ത് ആദ്യത്തെ മലയാളം അച്ചടിശാല സ്ഥാപിച്ചു. അതെ, നമ്മുടെ സ്വന്തം മലയാളം പ്രസ്. തുടർന്ന് 1829 അദ്ദേഹം ആദ്യത്തെ സമ്പൂർണ്ണ മലയാളം ബൈബിൾ അച്ചടിച്ചു. ഓർക്കുക, സംക്ഷേപ വേദാർത്ഥം, വർത്തമാന പുസ്തകം എന്നിവയും ഇക്കാലത്താണ് അച്ചടിച്ചത് എന്ന് നമ്മുടെ പഠനരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ 1847 ഗുണ്ടർട്ടിന്റെ രാജസമാചാരം വരുന്നു. 1872 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നിഘണ്ടുവും. അറിവ് എത്ര വേഗത്തിലാണ് കേരളത്തിൽ പടർന്നു പന്തലിച്ചത് എന്ന് ഈ ടൈംലൈൻ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ നിർവചനം നിങ്ങളുടെ മനസ്സിൽ നന്നായി അങ്ങ് പതിപ്പിച്ചോളൂ. രാജ്യസമാചാരം, മലയാളത്തിലെ ആദ്യത്തെ പത്രം, 1847 തലശ്ശേരിയിൽ നിന്നും സാക്ഷാൽ ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് പുറത്തിറക്കിയത്. ഇതുമാത്രമല്ല, ഭൂമിശാസ്ത്രവും ശാസ്ത്രവുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പശ്ചിമോദയം എന്നൊരു മാസികയും അദ്ദേഹം തുടങ്ങി. CMS പ്രസിൽ നിന്നും 1864 ജ്ഞാനനിക്ഷേപം, 1865-67 കാലഘട്ടത്തിൽ വിദ്യാസംഗ്രഹം എന്നീ പ്രസിദ്ധീകരണങ്ങളും പുറത്തിറങ്ങി. സത്യത്തിൽ അച്ചടിയന്ത്രം അറിവിനെ അക്ഷരാർത്ഥത്തിൽ എല്ലാ സാധാരണക്കാരിലേക്കും എത്തിക്കുകയായിരുന്നു. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ എക്സാം ഹാളിൽ ഒരു VIP ആണ് ഈ ഹെർമൻ ഗുണ്ടർട്ട്. 1814 മുതൽ 1893 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ടിൽ ജനിച്ച് 1839 ബാസൽ മിഷനിലൂടെ അദ്ദേഹം തലശ്ശേരിയിലെത്തി. മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. അതിന്റെ ഫലമായി 1859 അദ്ദേഹം ഒരു മലയാളം വ്യാകരണ പുസ്തകം രചിച്ചു. പോരാത്തതിന് 1872 50,000-ൽ പരം വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാള ഭാഷയിലെ ആദ്യത്തെ സമഗ്രമായ നിഘണ്ടു അഥവാ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി അദ്ദേഹം തയ്യാറാക്കി. ഒരു സംശയം വേണ്ട, ഗുണ്ടർട്ടിന്റെ ഈ സംഭാവനകൾ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. ശരി, ഒരു സമൂഹത്തിന് പെട്ടെന്ന് അറിവ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? നിലവിലുള്ള തെറ്റായ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യാനുള്ള ഒരു വല്ലാത്ത ധൈര്യം അവർക്ക് ലഭിക്കും. അതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ, സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾ. മിഷണറിമാർ കേരളത്തിലെ ഐത്തത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ശക്തമായി തന്നെ നിലകൊണ്ടു. വിദ്യാഭ്യാസത്തിലൂടെ അവർ സ്ത്രീകളെ ശാക്തീകരിച്ചു. നോക്കൂ, 1839 തലശ്ശേരിയിൽ ബാസൽ മിഷൻ കേരളത്തിലെ ആദ്യത്തെ ഗേൾസ് ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചു. അവിടെ എല്ലാ ജാതിയിലുള്ള പെൺകുട്ടികൾക്കും ഒപ്പമിരുന്ന് വായന, തയ്യൽ, ബൈബിൾ പഠനം എന്നിവ നൽകി. ഇതൊക്കെ വലിയ വിപ്ലവങ്ങളല്ലേ? ഇതിൻ്റെയെല്ലാം ഫലമായി എന്താണുണ്ടായത്? ചാന്നാർ ലഹള അഥവാ അപ്പർ ക്ലോത്ത് റിവോൾട്ട് പോലെയുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് ഈ മിഷണറി വിദ്യാഭ്യാസം വലിയൊരു ധൈര്യം നൽകി. ക്രിസ്തുമതത്തിലേക്ക് മാറിയ നാടാർ സ്ത്രീകൾക്ക് ആദ്യം മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ലഭിച്ചത് ഇതിനൊരു വ്യക്തമായ ഉദാഹരണമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പിന്നീട് വന്ന അടിമത്ത നിരോധനം, ക്ഷേത്രപ്രവേശനം തുടങ്ങിയ വമ്പൻ സാമൂഹിക പരിഷ്കാരങ്ങൾക്കെല്ലാം മിഷണറി വിദ്യാഭ്യാസം ഉറപ്പുള്ളൊരു അടിത്തറ നൽകിയെന്ന് തന്നെ നമ്മൾ പറയേണ്ടിവരും. ശരി വിദ്യാർത്ഥികളെ, ഇനി നമ്മുടെ സെഷന്റെ അവസാന ഭാഗത്തേക്ക്, എൻ്റെ പരീക്ഷാതന്ത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ പ്രിപ്പറേഷന്റെ ടോപ്പ് ഗിയറിലേക്ക് നമ്മൾ മാറുകയാണ്. മോഡൽ പേപ്പർ ചോദ്യങ്ങളുടെ ഒരു അതിവേഗ റിവ്യൂ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഉണർന്നിരിക്കുക. നിങ്ങളുടെ സെറ്റ് A 15ാമത്തെ ചോദ്യം. ഇതൊരു 1 മാർക്ക് ചോദ്യമാണ്. 1847 തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം ആരംഭിച്ചതാര്? ആർക്കെങ്കിലും ഉത്തരം പറയാമോ? ഒന്ന് വേഗം ഓർത്തു നോക്കൂ. അതെ, വളരെ ശരിയാണ്. ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. അതുപോലെ തന്നെ സെറ്റ് B ചോദ്യം 18 LMS, CMS, BEMS എന്നിവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ് ചോദിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഡീറ്റെയിലായി പഠിച്ചതാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സെറ്റ് Aയിലെ ക്വസ്റ്റ്യൻ 42. അതൊരു 10 മാർക്കിന്റെ എസ്സേ ചോദ്യമാണ് കേട്ടോ. 19ാം നൂറ്റാണ്ടിലെ സാമൂഹിക മതപരിവർത്തനത്തെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച സ്കൂളുകളുടെ സ്ഥാപനം, അച്ചടിയന്ത്രത്തിന്റെ വരവ്, സ്ത്രീ വിദ്യാഭ്യാസം, ഐത്തത്തിനെതിരെയുള്ള പോരാട്ടം എന്നിവയെല്ലാം ഒന്നിപ്പിച്ച് ഒരു നല്ല സ്ട്രക്ചറിൽ മനോഹരമായി തന്നെ നിങ്ങൾ എഴുതണം. ഇനി നമുക്കൊരു ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ട് കളിക്കാം. പരീക്ഷയ്ക്ക് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വേഗത്തിൽ ഉത്തരം പറയണം. 1. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് ഏത് മിഷണറിയാണ്? 2. കോട്ടയത്ത് CMS കോളേജ് സ്ഥാപിതമായ വർഷമേത്? 3. ആദ്യത്തെ മലയാളം അച്ചടിശാല സ്ഥാപിച്ചതാര്? വേഗോർത്തെടുക്കൂ. ഓക്കെ, നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ഉത്തരം ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS. 2. 1816. 3. ബെഞ്ചമിൻ ബെയ്ലി. ഈ 3 ഉത്തരങ്ങളും ശരിയാക്കിയവർക്ക് എക്സാമിന് നല്ല മാർക്ക് ഉറപ്പാണ്. ഒപ്പം ഹെർമൻ ഗുണ്ടർട്ടിന്റെ സംഭാവനകളെക്കുറിച്ച് ഒരു 2 മാർക്കിന്റെ ചോദ്യവും തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ വിശദീകരണത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്.
സ്റ്റുഡൻസ്, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മിഷണറിമാർ കേരളത്തിൽ വന്നത് ഒരുപക്ഷെ മതപ്രചാരണത്തിനായിരിക്കാം, എന്നാൽ അവരിവിടെ അവശേഷിപ്പിച്ചത് സാക്ഷരതയുടെയും വലിയൊരു സാമൂഹിക മോചനത്തിന്റെയും പൈതൃകമാണ്. ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പരീക്ഷ വളരെ മികച്ച രീതിയിൽ എഴുതി നിങ്ങളുടേതായ ഒരു വലിയ വിജയം കുറിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഉറപ്പായും നിങ്ങൾ വിജയിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്നായി പഠിക്കുക, ധൈര്യമായി പരീക്ഷ എഴുതുക. ഗുഡ് ലക്ക്. എങ്ങനെയാടാ മോനെ ഇത്ര അടിപൊളിയായിട്ട് ക്ലാസ് തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ കഴിയുന്നത്? സബ്സ്ക്രൈബ് ചെയ്യ്, കൂടെ കുടിക്കോ. മാച്ച് ചങ്ങായിമാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. എൽമോ.